പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തണലിൽ അഭയം നേടുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കിയ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവിന്നപദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്താൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. പാർത്താലെല്ലാം ഉടയവനേ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാം എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമോന്നതമാം ഉത്തരം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കും അനുഗ്രഹിക്കും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ടുതന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി. അത് ഇനിമേൽ പണിതുയർത്തുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങേ മഹത്വപ്പെടുത്തും. നിർദ്ദയരായ ജനതകൾ, നഗരങ്ങൾ അങ്ങേ ഭയപ്പെടും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതയിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചിറകടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. മണലാരണ്യത്തെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു. മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുള്ള വിരുന്ന്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിവരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുൾ ചെയ്തിരിക്കുന്നത്.
ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായ ദൈവികമായ കൽപ്പന മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദികർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണതയോടെ സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്നും ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ പറ്റും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്കു വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി.
തക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏലിയാ ശ്ലീഹാ മൂശ കാലഘട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. കുരിശിനെ നമിക്കുവാൻ, കുരിശിന്റെ പാതയിലേക്ക് കടന്നു വരുവാൻ ഈശോ ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടം. കുരിശിന്റെ സംരക്ഷണയിലെ ആയിരിക്കുവാൻ നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതേ സുവിശേഷ ഭാഗം തന്നെ സമാന്തര സുവിശേഷങ്ങളായ ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയുള്ളത് തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയും ആവർത്തിക്കപ്പെടുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷം. എന്തുകൊണ്ടാണ് ഒരേ ഇൻസിഡന്റ് 3 സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെടുന്നതിനുള്ള ഒരു ഉത്തരം, ഈശോ ഈ ഒരു പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അപ്പൊ ഈശോ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത ഈ ഒരു സംഭവം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ സുവിശേഷം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലായത്? ഒരു അപസ്മാര രോഗി, ഒരു രോഗി. ആ രോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്നാ? അവന്റെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടാ. ഇടയ്ക്ക് ചെന്ന് വെള്ളത്തിൽ ചാടുന്നു, തീയിൽ ചാടുന്നു. നമ്മൾ പറയാറുണ്ട് അറിയാണ്ട് വെട്ടുപോയതായെന്ന്. ചിലപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ മൃഗങ്ങളെ പിടിക്കാനായിട്ട് കെണി വെക്കാറുണ്ട്. ഇന്ന് കാലത്ത് കെണി പോയിട്ട് മൃഗങ്ങളെ നോക്കാൻ പോലും പറ്റൂല, ആ സാഹചര്യമാണ്. അപ്പൊ എന്ത് തന്നെയായാലും ഇതുപോലെ ഈ അപസ്മാര രോഗി തീയിലും വെള്ളത്തിലും വീഴുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഒത്തിരി ദുരിതമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈ രോഗി കടന്നു വരുന്ന, അല്ലെങ്കിൽ രോഗിയെ കൊണ്ടുവരുന്നത്. ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് വചനം പറയുന്നുണ്ട്. ഈ ശിഷ്യന്മാരുടെ ഫോട്ടോകോപ്പിയാണ് നമ്മളെല്ലാവരും കേട്ടോ, അതിലൊരു സംശയമില്ല. ഇനിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന്. അപ്പൊ വിശ്വാസത്തോടെ ഈ രോഗിയും കൊണ്ട്, അല്ലെങ്കിൽ ഈ രോഗി ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ ആ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഇതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം. ഇനി ശിഷ്യന്മാർക്ക് ഈ രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കാത്തതിന് കാരണം ഈശോ തന്നെ പറയുക, അവരുടെ വിശ്വാസക്കുറവ്. അവരുടെ വിശ്വാസക്കുറവാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അതര വ്യായാമമായിട്ടാണോ പ്രാർത്ഥന മാറുന്നത്, അതോ വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന ഒരു സമർപ്പണമാണോ നമ്മുടെ പ്രാർത്ഥന എന്ന് ഒന്ന് ചിന്തിക്കുന്നല്ലതാ. ഇനി വിശ്വാസത്തിന്റെ ഒരു 3 ഘട്ടങ്ങളൊന്ന് മനസ്സിലാക്കുന്നതാ നല്ലതാ. വിശ്വാസം എന്നത് ദൈവശക്തിയിലുള്ള ദൃഢമായ ഒരു ബോധ്യമാണ്. നമ്മുടെ ശക്തിയിലുള്ള വിശ്വാസമല്ല, ദൈവശക്തിയിലുള്ള ദൃഢമായ ബോധ്യം അല്ലേ. രണ്ടാമതായിട്ട് എന്താ? വിശ്വാസം ദൈവ സ്നേഹത്തിലുള്ള അചഞ്ചലമായ ഉറപ്പ്. മറ്റുള്ളവരോടുള്ള സ്നേഹമല്ല, ദൈവ സ്നേഹത്തിലുള്ള അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുക. മൂന്നാമതായിട്ട് വിശ്വാസം ദൈവിക ജ്ഞാനത്തിലുള്ള പരിപൂർണ ആശ്രയം. നമ്മുടെ ബുദ്ധിശക്തിയിലല്ല, മറിച്ച് ദൈവജ്ഞാനത്തിലുള്ള പരിപൂർണ ആശ്രയമാണ് വിശ്വാസത്തിന്റെ ആഴം എന്ന് ഈശോ പഠിപ്പിച്ചു വയ്ക്കുക. ഇനി
നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്തിന്റെ പിതാവ് അബ്രാഹമാണ് എന്ന്. സംശയമില്ല. പഴയ നിയമത്തിലെ വിശ്വാസത്തിലെ പിതാവ് അബ്രാഹമാണെങ്കിൽ പുതിയ നിയമത്തിലെ വിശ്വാസത്തിന്റെ മാതാവ് അത് പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. പരിശുദ്ധ കന്യാമറിയം വിശ്വാസത്തോടെയാണ് അവൾ ഏറ്റുപറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി എന്ന്. വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ടാണ് അവൾ പറഞ്ഞു പോയത്, ഇതാ കർത്താവിന്റെ ദാസി. എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അവളുടെ ഉദരത്തില് ഇതാ ഈശോ ഉരുവാകുന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ ഒരു വ്യക്തി എന്ന രീതിയിലും പരിശുദ്ധമ്മ വളരെ പ്രഥമ സ്ഥാനം വഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനത്തില് ഈശോയെ എങ്ങനെ വളർത്തി എന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വിശ്വാസത്തിന്റെ മാതാവായ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ പരിശീലിപ്പിക്കുന്ന വലിയ സത്യം എന്ന് പറയുന്നത്, നമ്മിലല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിലാണ്. ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. തന്നിൽ വിശ്വസിക്കാതെ, അപരനിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പരിശുദ്ധമ്മ പഠിപ്പിക്കുകയാണ്, നമ്മെ പരിശീലിപ്പിക്കുകയാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പരിശീലകയായ പരിശുദ്ധമ്മ നമ്മോട് പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അവനിൽ വിശ്വസിക്കുക എന്ന്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണ വിരുന്നില് അവരോട് പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുമെന്ന്. അവൻ പറയുന്നത് ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് കൽപ്പിക്കുകയല്ല ചെയ്ത്, ശിഷ്യന്മാരോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അവൻ പറയുന്നത് ചെയ്യുവാൻ. അതേ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ് പരിശുദ്ധമ്മ ജീവിച്ചതും ഇന്നും ജീവിക്കുന്നതും. ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോഴും പരിശുദ്ധമ്മ കൈവിട്ടില്ല. ആ ശിഷ്യഗണത്തെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സഭയില് സംഭവിച്ചത് എന്താ? പെന്തക്കോസ്തയ, പുത്തൻ അഭിഷേകമാണ്. നമ്മുടെ ജീവിതത്തില് കുറവുകൾ ഉണ്ടാകുമ്പോൾ കൂടെ നിർത്തേണ്ടത് പരിശുദ്ധമ്മയെയാണെന്ന് ഈശോ പറഞ്ഞു വെക്കുക. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് അവസാന തുള്ളി രക്തം വാർന്നൊഴുകും മുമ്പ് ഈശോ പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. നമുക്കൊക്കെ വിശ്വാസ പരിശീലനത്തിലെ ഒരു വ്യക്തി ആവശ്യമാണ് എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ പരിശീലകയായി ഈശോ തന്നത്. അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ അല്ലാട്ടോ പരിശുദ്ധ അമ്മ. ആണോ? തെറ്റിദ്ധരിക്കരുത്. ആ പരിശുദ്ധമ്മ നമ്മെ പരിശീലിപ്പിക്കുന്നവളാണ്. നമ്മുടെ ജീവിതത്തിന്റെ എന്ത് നിയോഗങ്ങളിലും ഇടപെടുന്നവളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ അമ്മയുടെ വലിയ ഭക്തി നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പരിശുദ്ധമ്മയോടുള്ള ഭക്തി. നാനാജാതി ജനങ്ങള് അമ്മയെന്ന് വിളിച്ച് ഓടി വരുന്നത് പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് തന്നെയാണ്. ജപമാല മണികളും കൈകളിലേന്തിക്കൊണ്ട് ഈ അമ്മയുടെ പക്കൽ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതങ്ങൾ പരിശുദ്ധമ്മ ഏറ്റെടുക്കുമെന്ന ആഴമേറിയ വിശ്വാസമുള്ളത് കൊണ്ടാണ് അനേകായിരങ്ങള് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഓടി വരുന്നത്. നമ്മുടെ വെണ്ണൂരമ്മയുടെ മടിത്തട്ടിലേക്ക് അനേകർ ഓടി വരുന്നത് എന്തുകൊണ്ടാ? എന്റെ അമ്മ ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്ന വലിയ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. അതെ, ഈ വിശ്വാസത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മ പിന്നീട് നമ്മുടെ പരിശീലകയായി മാറേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത്. ഈ രൂപക്കൂടിൽ ഇരിക്കേണ്ട അമ്മയല്ല എന്റെ പരിശുദ്ധമ്മ, എന്നോടൊപ്പം സഞ്ചരിക്കേണ്ട പരിശുദ്ധമ്മയാണ് പരിശുദ്ധമ്മ എന്ന വലിയ ബോധ്യമുള്ളത് കൊണ്ടാണ് ഷെയ്ൻസ്റ്റാഡ് സഭാസ്ഥാപകനായ ജോസഫ് കെന്റണിക്കച്ചൻ ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്തത്, തീർത്ഥാടക മാതാവിന്റെ യജ്ഞം. ഓരോ ഷെയ്ൻസ്റ്റാഡ് വൈദികനും ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധമ്മയെയാണ്. കാരണം എന്താ? ആ പരിശുദ്ധമ്മയാണ് ഓരോ ഷെയ്ൻസ്റ്റാഡ് വൈദികന്റെയും പരിശീലക എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ആ പരിശീലകയെയാണ് പിന്നീട് ഓരോ ഷെയ്ൻസ്റ്റാഡ് വൈദികരും ഓരോ മക്കളിലേക്ക് കൈമാറപ്പെടുന്നതും അല്ലെങ്കിൽ കൈമാറി കൊടുക്കുന്നതും. എന്തിനു വേണ്ടിയാ? ഓരോ വ്യക്തിയുടെ ജീവിതത്തിന്റെ പരിശീലനം ഏറ്റെടുക്കുവാൻ പരിശുദ്ധമ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിന്റെ വിശദീകരണത്തിലേക്കും പരിശുദ്ധമ്മ ഇടപെടട്ടെ എന്ന് എലിസബത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, കനായിൽ കുടുംബത്തിൽ ഇടപെട്ടതുപോലെ, സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഇന്നും സഭയിൽ പരിശുദ്ധമ്മ ഇടപെടട്ടെ, കുടുംബങ്ങളിൽ അമ്മ ഇടപെടട്ടെ, വ്യക്തി ജീവിതത്തിൽ
പരിശീലികയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നതും ഈ പരിശുദ്ധമ്മയെ വഹിച്ചുകൊണ്ട് ജീവിക്കലാണ്, പരിശുദ്ധമ്മയെ നൽകിക്കൊണ്ട് ജീവിക്കല. ഇത് ഒക്ടോബർ മാസം കടന്നു വരികയായി. നമ്മൾ ഈ ഒക്ടോബർ മാസത്തിലെ ജപമാല മാസത്തിലെ എപ്രകാരമാണ് പരിശുദ്ധമ്മയോടുള്ള ഭക്തി നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഇതൊരു പ്രകടനമാണ്, ഒരു ഏറ്റുപറച്ചിലാണ്, ഒരു സാക്ഷ്യമാണ്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായ ജപമാലയിലെ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ കുടുംബത്തിൽ ജപമാല ചൊല്ലുന്നേ? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വചനം പറയുന്നുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടുമോ അവരുടെ മധ്യേ ഞാനുണ്ട്. അതെ, കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബം തിരുക്കുടുംബമാകുന്നു. ജപമാലയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധമ്മ നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കുന്നു. ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിൽ ജപമാല ചൊല്ലുന്നത്. വ്യക്തിപരമായിട്ട് നമ്മൾ ജപമാല ചൊല്ലുന്നത് എന്തുകൊണ്ടാ? എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട്, അമ്മയുടെ നാമം ഉരുവിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ വസിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലുന്നേ. കുടുംബത്തിൽ ജപമാല ചൊല്ലുന്നത് എന്തുകൊണ്ടാ? എൻ്റെ കുടുംബം തിരുക്കുടുംബമാകുവാൻ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന ആഴമേറിയ വിശ്വാസമുള്ളത് കൊണ്ടാ നമ്മുടെ പൂർവികര് ഈ വിശ്വാസം നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. തീർന്നില്ല. നമ്മള് ഈ പരിശുദ്ധമ്മയുമായിട്ട് ഒക്ടോബർ മാസം ഭവനം തോറും നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? പരിശുദ്ധമ്മ എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും മാത്രം കയറി ചെന്നാ പോരാ, ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധമ്മ സഞ്ചരിക്കട്ടെ. അതുകൊണ്ടാണ് ഇതുപോലെ രൂപങ്ങളുമായി ജപമാല മാസത്തിലെ വീട് തോറും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതൊരു സാക്ഷ്യവും കൂടിയാ. അന്യമതസ്ഥർക്ക് ഒരു സാക്ഷ്യമാണ് നമ്മുടെ ജപമാല ആ പ്രദക്ഷിണം അല്ലെങ്കിൽ ജപമാല ഭക്തി. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്നത്, കുടുംബത്തില് കുടുംബാംഗങ്ങൾ ചേർന്ന് ജപമാല ചൊല്ലുന്നത്, യൂണിറ്റുകൾ ഒന്ന് ചേർന്ന് ജപമാല ചൊല്ലുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യവും കൂടിയാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തോടെ നമ്മുടെ ഈ ഒക്ടോബർ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ജപമാലകള് ഉയരട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഉയരട്ടെ. അത് വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലുകയോ ജപമാല കെട്ടുകയോ ചെയ്തുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ജപമാല ഭക്തി ഉണ്ടാകട്ടെ. കുടുംബ ജീവിതത്തിലെ മാതാപിതാക്കൾ മക്കൾ ഒരുമിച്ച് ജപമാല ചൊല്ലുന്നതിലൂടെ ഒരു കെട്ടുറപ്പുള്ള കുടുംബം ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കുടുംബ യൂണിറ്റുകളിലെ പരിശുദ്ധമ്മ സഞ്ചരിക്കട്ടെ. ഈ പരിശുദ്ധമ്മയുടെ സ്വരൂപവുമായിട്ട് കുടുംബ യൂണിറ്റിൽ ജപമാല ചൊല്ലുന്നതിലൂടെ ഇതിന്റെ പ്രവാചകനായ ജോൺ ബോസബോൺ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ മാതാവിനെ വഹിച്ചു നടന്നപ്പോൾ മാതാവ് എന്നെയും വഹിച്ചു എന്നാ പറഞ്ഞ്. അദ്ദേഹം വിശുദ്ധിയുടെ പദവിയിലേക്ക് കയറുകയാ. ഒരു സാധാരണക്കാരനായ വ്യക്തിയാ, അച്ഛനൊന്നുമല്ല, 9 മക്കളുടെ അപ്പൻ. ആ വ്യക്തി എന്താ ചെയ്തേ? ഈ മാതാവിനെയും കൊണ്ടുകൊണ്ട് അനേകം ഭവനങ്ങളിലേക്ക് നടന്നപ്പോൾ മാതാവ് പിന്നീട് ആ മകനെയും കൊണ്ട് നടന്നു. ഇന്ന് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജപമാലയും കുടുംബ പ്രാർത്ഥനയും ഒപ്പം നമ്മുടെ ആഘോഷമായ ജപമാല ദേവാലയത്തിൽ നടക്കും. അതിനു മുൻപ് യൂണിറ്റുകളില് അത് കൂടെ താമസിക്കുന്നവർക്ക് ഒരു സാക്ഷ്യമാകുവാനായിട്ട് നമുക്ക് ഈ ഒരു ജപമാല ഭക്തി യൂണിറ്റിലും നമുക്ക് നടത്താം. അല്ലെങ്കിൽ ഇതുപോലെ കപ്പേളയുള്ള സ്ഥലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇടവക ഒന്നിച്ച് പരിശുദ്ധമ്മയുടെ മുൻപില് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ ഈ ജപമാല മാസത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നേരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാകുകയും ചെയ്ത മിശിഹായെ, തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശായുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഭാതനയരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായി, വിദ്യ ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിൻ്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സമൂഹത്തിൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ 14 പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ ദൈവദൂതന്മാരാൽ പരിസേവിതനായ കുരിശടയാളത്തോടെ വാനമേഖല യാഗതനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസംഗാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിനും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തിൻ കൈകളിലോ കാഴ്ചയർപ്പിക്കാം ഈ ജീവിതം. അബ്രാഹം പ്രിയസുതനെ നൽകിയ പോലെ പ്രിയമെന്റെ ജീവിതം നൽകുന്നിതാ. കരുണാദ്ര സ്നേഹത്തിൻ കൈകളിലോ കാഴ്ചയർപ്പിക്കാം ഈ ജീവിതം. അബ്രാഹം പ്രിയസുതനെ നൽകിയ പോലെ പ്രിയമെന്റെ ജീവിതം നൽകുന്നിതാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവ് കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, എലിജാദിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷിയുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവനും വലിയവനും നിന്റെ സത്യർഹമായ ദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസ്മാരും മേജർ ബിഷപ്പ്മാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ വിശേഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരണത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അടിച്ചു വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയവചിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാണ്. ന്യായവുമാണത് യുക്തവുമാണ്. ന്യായവുമാണത് യുക്തവുമാണ്. ന്യായവുമാണത് യുക്തവുമാണ്. പിതാവുപുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ അനാദ്യമായ നാമം എല്ലാ ആദരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും ശ്രഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാൻ
മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീജങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യമാവ് സ്വീകരിക്കുകയും അത് ബന്ധിച്ചു പോയി ഞങ്ങളെ സംബന്ധിക്കുകയും മുടതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സർവത്രിക സഭയുടെ തലവനും പിതാവുമായ ലയോ 14 വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ തിരുപതധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതധ്യക്ഷനുമായ മാർ പൊളി മെത്രാനും പുരോഹിതന്മാർ ശംശാനന്മാർ സമർപ്പിതരാത്മായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളും എന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയമാമിതമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായുള്ളവർക്കും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തെ വേർപിരിഞ്ഞു വല്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ജനത്തിനും
അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശുദ്ധമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷിക്തന്റെ തിരുശരീരങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവമായും മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാമ ഈസായുടെ സജീവവും ജീവിതാന്റെ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടി നന്മയിലും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാദരക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈഭവത്തിന്റെയും പരിശുദ്ധവും ജീവിതായ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിനീയ വിസ്മയ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കെത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്നേഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കർത്താവേ, ഈശോമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഇതാ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതികളിൽ നിറയും ദിവ്യ ചൈതന്യമേ, എന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. എന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു വിണ്ണും ഭൂതലവും, ആരാധിച്ചിടുന്നു മണ്ണും മാനവരും, ആരാധിച്ചിടുന്നു സർവചരാചരവും, ആരാധിച്ചിടുന്നു അനവരതം നാഥാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്വങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തികാര്യം കൂടി സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന്
നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണയും ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലവരും പ്രസന്നവരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശിയുടെ കൃപ അവരും അടുത്ത കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളെ വർദ്ധിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഈശോ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായി ജീവനേകുന്ന കരുണാമയ ഇന്നിൽ തിരുദോഷമായി നീ വരൂ. ഈശോ ഉള്ളിൽ വന്നാൽ എന്നുള്ള സ്വർലോ
സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പൂ വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പൂ ഈശോ നീ ഉള്ളിലലിയുമ്പോൾ ആത്മീയ സൗരഭ്യം മുഴുകും ഞാൻ സ്വർഗീയ സാന്നിധ്യം നുകരും ഈശോ നീ ഉള്ളിൽ വന്നാൽ ഇന്നുള്ള സ്വർലോകമാകും. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരെ വരിയരുത്, യാതൊരു അബദ്ധം വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെയും ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂജിക്കപ്പെട്ട കരങ്ങളെ മല്ലമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനിമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ രാജ്ഞിയായ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിസരமான കൃപാവരത്താൽ സുതർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കൂട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കഴിഞ്ഞ ആഴ്ചയിലെ സ്വസ്ത്രകാഴ്ച 10,194 രൂപ. നേർച്ചപ്പെട്ടിയിൽ നിന്ന് ലഭിച്ചത് 3,603, ഗ്രോട്ടോയിൽ നിന്ന് 2,804. 7ാം ക്ലാസ് കാഴ്ച സമർപ്പണം 3,080. കഴിഞ്ഞ ആഴ്ച പള്ളി ക്ലീനിങ് സെന്റ് ജോസഫ് യൂണിറ്റിനെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. ഈ ആഴ്ച സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയാണ് പള്ളി ക്ലീനിങ്ങും വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത്. സംഘടനയുടെ തിരുനാള് ആഘോഷിക്കുന്ന അടുത്ത ഞായറാഴ്ച രാവിലെ കുർബാനയോടുകൂടി ആയിരിക്കുന്നെന്നും കൂടെ അറിയിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം ചാവറ യൂണിറ്റിന്റെ മിഷൻ ഞായർ ഉൽപ്പന്ന ലേലം ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ആണ് ഉൽപ്പന്ന ലേലം നടത്തേണ്ടത്. ചൊവ്വാഴ്ച തിരുക്കർമ്മങ്ങൾ ഏറ്റെടുക്കുവാനുള്ള വ്യക്തികളുടെ പേരുകൾ ഇതുവരെ എത്തിയിട്ടില്ല. ആഗ്രഹമുള്ളവർക്ക് പേരുകൾ കൊടുക്കാവുന്നതാണ്. ശനിയാഴ്ച തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് എൽസ മരിയ ജൂലിയസ്, സീന ബെന്നി മംഗലത്ത് തുറവൂർ, ഫിലോമിന പൗലോസ് ചക്കാലയ്ക്കൽ. അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ കേട്ട വിശ്വാസത്തിന്റെ ആഴങ്ങളെ കുറിച്ചുള്ള ചിന്തകളില് വിശ്വാസത്തിന്റെ മാതാവായ പരിശുദ്ധമ്മയെ കുറിച്ച് നമ്മൾ കേട്ടു. അവിടെ ഒക്ടോബർ മാസത്തിലെ ജപമാല ഭക്തി അല്ലെങ്കിൽ ഒക്ടോബർ മാസ ആചരണത്തെ കുറിച്ച് നമ്മൾ അല്പമൊന്ന് വിചിന്തനം നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലെ ജപമാല തൂക്കുവാനായിട്ടുള്ള ഒരു അവസരം, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ജപമാല 1-2 വ്യത്യസ്തങ്ങളായ ജപമാലകൾ അവിടെയുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഓർഡർ കൊടുക്കാവുന്നതാണ്. CLC പിള്ളേര് അത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ജപമാല മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടെടുത്തോളം 800 ഓരോ കുടുംബവും മാതാവിനോട് പ്രത്യേക ഭക്തിയുള്ളവരാണെന്നാണ് ഞാൻ കേട്ടതും അറിഞ്ഞതും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വെണ്ണൂരമ്മയുടെ പ്രാർത്ഥന ഉണ്ട്.
ഇനി അവിടെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ സമയങ്ങളിൽ ചെറുപ്പത്തിലൊക്കെ സിസ്റ്റേഴ്സ് ഞങ്ങളെ പറയുമായിരുന്നു, ഈ മാസം എത്ര ജപമാല ചൊല്ലാവോ അത്രയും ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സ്. അപ്പോൾ അത് ഇന്നും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ യൂണിറ്റ് തലങ്ങളിൽ നമുക്ക് ജപമാല കൂട്ടായ്മ സംഘടിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കപ്പേളകളിൽ ജപമാല നമ്മൾ നടത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഈ ജപമാല അവസാനം അല്ലെങ്കിൽ സമാപനം നമ്മൾ ആഘോഷമായിട്ട് നടത്താറുമുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ ഉപയോഗിക്കാവുന്ന ജപമാലകളുടെ ഡിസ്പ്ലേ CLC പിള്ളേർ കൊണ്ടുവരും. ആവശ്യമുള്ളവർക്ക് അവരെ സമീപിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ കുടുംബ സമ്മേളനങ്ങൾ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് 3 മണിക്ക് ചക്കാലക്കൽ ജോയ് ഭാര്യ പ്രിൻസിന്റെ ഭവനത്തില്, സെന്റ് ജോർജ് യൂണിറ്റ് 3:30 പള്ളിപ്പാടൻ ജോളി ഭാര്യ സിന്ധുവിന്റെ ഭവനത്തില്, സെന്റ് പോൾ യൂണിറ്റ് 4 മണിക്ക് മാണിക്കത്ത് പറമ്പിൽ റാഫേൽ ഭാര്യ ത്രേസ്യയുടെ ഭവനത്തിൽ, സെന്റ് സേവിയർ യൂണിറ്റ് 4:30 പ്ലാക്കൽ ഔസേപ്പ് പൗലോസിന്റെ ഭവനത്തില്. മതബോധന വാർത്തകൾ ഇന്ന് രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ചയാണ് രൂപത തല ലോഗോസ് ക്വിസ് പരീക്ഷ. പേര് കൊടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ നന്നായി ഒരുങ്ങി ഉച്ചയ്ക്ക് ശേഷം 1:30 പള്ളിയിൽ എത്തിച്ചേരുക. ഹാൾ ടിക്കറ്റ് അപ്പോൾ നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ഫാമിലി ലോഗോസ് ക്വിസ് പങ്കെടുത്തവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 1ാം സമ്മാനം നേടിയിരിക്കുന്നത് മാണിക്കത്ത് പറമ്പിൽ തോമസ് നൈജോയുടെ കുടുംബമാണ്. നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പറയാം, അഭിനന്ദിക്കാം. അതോടൊപ്പം തന്നെ 2ാം സമ്മാനം തേക്കാംകുടം ആന്റണി ആനന്ദിന്റെ ഭവനമാണ്. 3ാം സമ്മാനം നേടിയിരിക്കുന്ന പള്ളിപ്പാടൻ ചാക്കു പോളിന്റെ കുടുംബമാണ്. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാര്യമായിട്ട് ക്വിസ് മാസ്റ്റർ ഒരുങ്ങി വരികയും ചെയ്തു. അതൊരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പുറകിൽ അധ്വാനിച്ച കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്, ക്വിസ് മാസ്റ്ററിന്, അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പഠിച്ച് പങ്കെടുത്ത കുടുംബാംഗങ്ങൾക്ക് നന്ദി. മതബോധന അർദ്ധവാർഷിക പരീക്ഷകൾ ഒക്ടോബർ 5 തുടങ്ങും. 1 മുതൽ 7 വരെ ക്ലാസ്സുകൾക്ക് ഒക്ടോബർ 5, 8 മുതൽ 12 വരെ ക്ലാസ്സുകൾക്ക് ഒക്ടോബർ 12. പിന്നെ തിരുനാളുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ. 2026 തിരുനാൾ സംബന്ധമായി പ്രസിദ്ധീകരിക്കുന്ന സൊവിനിയറിലേക്ക് കഴിയുന്നവരെല്ലാവരും അഡ്വർടൈസ്മെന്റ് കൊടുക്കുവാനായിട്ട് അറിയിക്കുന്നു. ഈ സോമിനിയറിലേക്ക് ഇടവക ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നതിനായി കഥ, കവിത എന്നിവ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ മികച്ച കഥ, കവിത കാറ്റഗറികളിലേക്ക് സമ്മാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അത് പിന്നീട് സോവിനിയറിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. പ്രസിദ്ധന്തിമാരുടെ ബാലൻസ് എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ അത് എത്രയും പേരും കൊടുക്കുവാനും കൂടെ പരിശ്രമിക്കാം. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കർത്താവായ ദൈവമേ, തിരുവചനത്തോടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ ശരീരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാ. നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവം സകലേശൻ കൃപയും
ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ താനുകളുടെ സ്വസ്തി. ഞാൻ ശിരസ്സ് കുർബാന കടങ്ങൾ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴോ നന്ദികൂടാ. കർത്താവെ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും. ദൈവമേ, നിന്റെ കൃപയ്ക്ക് തവണ എന്നോട് കരുണ തോന്നണമേ. നിന്റെ മുൻപിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുകുമാരൻ ഗോഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നിന്റെ ജീവശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുന്നവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ ദാസർ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഔഷധത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായിക്ക് എപ്പോഴും എപ്പോഴും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. നീതനാം യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവീ, ഹല്ലേലൂയ ഗീതം പാടിടുവിൻ. ഓർശ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ